ഓം അഗത്തീശ്വരായ നമഃ. എല്ലാവർക്കും വണക്കം. ഞാൻ വിനയൻ ഗുരുക്കൾ. പലരും എന്നോട് ചോദിച്ചു, പൂർവജന്മ ജ്യോതിഷം അതിനെ പറ്റിയൊന്നും പറയാവൂ. ചില ജ്യോതിഷന്മാർ പറയുന്നുണ്ട്, നിങ്ങളുടെ നക്ഷത്രം ഇന്ന നക്ഷത്രം കാർത്തിക നക്ഷത്രം അല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് ചൊവ്വയുടെ കർമ്മം നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ വിശാഖം നക്ഷത്രമല്ലേ, നിങ്ങൾക്ക് രാഹുവിന്റെ കർമ്മമുണ്ട്. ഇത്തരത്തിലൊക്കെ പറയുന്നു. ജ്യോത്സ്യരെ, മുൻജന്മത്തില് നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവര് ഒരു സ്ത്രീയെ തല്ലിക്കൊന്ന് കിണറ്റിലിട്ടതിന്റെ ദോഷമുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങളാൽ അനുഭവിച്ച് തീർക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ പറയുന്നു, നിങ്ങള് സർപ്പക്കാട് അടിച്ചു പൊളിച്ചു, സർപ്പത്തെ തല്ലിക്കൊന്നു, നിങ്ങളല്ല നിങ്ങളുടെ മുൻ പരമ്പരയിലുള്ളവര്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി അന്വേഷിച്ച് നോക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന്റെയൊക്കെ ദോഷം തീർക്കാനായിട്ടാണ് നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അതിന്റെ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും എന്നൊക്കെ പല ജ്യോത്സ്യന്മാർ പറയുന്നു. ഇതിന്റെ ഒരു നിജസ്ഥിതി എന്താണ്? ഇവരെങ്ങനെയാണ് ഇന്ന നക്ഷത്രം ഇന്ന ഗ്രഹത്തിന്റെ കർമ്മം കൊണ്ട നക്ഷത്രമാണെന്ന് പറയുന്നത് എന്നൊക്കെയുള്ള പല ചോദ്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോയില് കർമ്മം നക്ഷത്രം എങ്ങനെയാണ് പൂർവ്വജന്മത്തിലെ ഇന്ന കർമ്മം കൊണ്ടാണ് ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചവർ വന്നിട്ടുള്ളത് എന്നൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. അപ്പോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ വിചാരിക്കും, ഇയാൾ എന്തൊക്കെയാണ് പറയുന്നത്, ഇയാൾക്ക് വല്ല വിവരമുണ്ടോ, വെളികൊണ്ടോ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ വരാം. അപ്പൊ ഞാൻ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പറയാണ്, ഈ ചാനലില് 350 വീഡിയോസ് ഉണ്ട്. അതിൽ പല വീഡിയോസും കേരള അസ്ട്രോളജിയിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ളതും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതും പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അത് അടിസ്ഥാനപരമായി ഹോരാശാസ്ത്രം, ബൃഹജ്ജാതക പദ്ധതി, ഫലദീപിക, സാരാവലി മുതലായിട്ടുള്ള ഗ്രന്ഥങ്ങളിലേക്കുള്ള പല കാര്യങ്ങളും പ്രമാണസഹിതം പറയുന്ന ശ്ലോകങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട്. നമ്മുടെ അസ്ട്രോളജിയിലെ പല മെത്തേഡിലുള്ള ആസ്ട്രോളജിയിലെ പല കാര്യങ്ങളും, സൂക്ഷ്മമായിട്ടുള്ള യോഗികള് കർണനാഥനെ പറ്റിയുള്ള കാര്യങ്ങൾ, യോഗി സാരം കണ്ടുപിടിക്കുന്നത്, മുടക്ക് രാശി കണ്ടുപിടിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കാൽക്കുലേഷൻ അടക്കം പല കാര്യങ്ങൾ ഈ ചാനലിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം മുന്നേ പോയി വീഡിയോ കാണുക. പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെയാണ് ജാതകം നോക്കേണ്ടത്, എങ്ങനെയാണ് പ്രശ്നം വെക്കുക എന്നൊക്കെ ഉള്ളതിന്റെ മുഴുനീള വീഡിയോകളും വളരെ ഫ്രീ ആയിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാൻ തരത്തിൽ ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് പലരുടെയും ഡൗട്ടുകളും കണ്ടിന്യൂഷൻ എന്ന നിലയ്ക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വാ, നമുക്ക് നോക്കാം. എന്താണ് കർമ്മ നക്ഷത്രം? അപ്പൊ പല ജ്യോതിഷന്മാരും പറയുകയാണ്, ഇന്ന നക്ഷത്രം ഇന്ന ഗ്രഹത്തിന്റെ കർമ്മപ്പതിവ് കൊണ്ട നക്ഷത്രമാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗ്രഹത്തിന്റെ കർമ്മങ്ങള്, ആ കാരകത്വത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, അത് തീർത്താൽ മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുകയുള്ളൂ. അപ്പൊ ഒരു നക്ഷത്രം കേൾക്കുമ്പോ തന്നെ പറയുകയാണ് അവരെ, ഇതെങ്ങനെ പറയണേ നോക്കാം. അപ്പൊ ഇതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് വിശ്വസിക്കേണ്ടോ എന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ അഭിപ്രായം പലതായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതാണ്. എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ വേറെ വ്യത്യസ്തമുണ്ട്. കാരണം ഓൾറെഡി പരാശരനും വരാഹമിഹിരനും ഒക്കെ നവഖണ്ഡസ്ഥിതിയിൽ വെച്ചിട്ട് സപ്തവിംശതി നക്ഷത്രങ്ങളെ, അതായത് ചുരുക്കി പറഞ്ഞ 9 വിഭാഗമായിട്ട് 27 നക്ഷത്രങ്ങളെ വകുത്തിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതല്ലാണ്ട് 28ാമത്തെ നക്ഷത്രം മാറ്റി നിർത്തിയിട്ട്, അതായത് ഉത്രാടത്തിന്റെ അവസാനവും തിരുവോണത്തിന്റെ ആദ്യവും ചതുർനാഴിക വരുന്ന നക്ഷത്രമാകുന്ന അഭിജിത്തിനെ വരെ ഒഴിവാക്കിക്കൊണ്ടാണ് 27 നക്ഷത്രങ്ങള്, 27 നക്ഷത്രങ്ങളെ 9ന്റെ 3 ഗണമാക്കി തിരിച്ച് ഈ 9 ഗ്രഹങ്ങൾക്ക് പകുത്ത് നൽകിയിട്ടുള്ളത്. അപ്പൊ പകുത്തൊക്കെ മുന്നേ തന്നെ നൽകിയിട്ടുള്ളതാണ്. ഇതിന് ശരീരത്തിലെ സൂക്ഷ്മമായിട്ടുള്ള അംശങ്ങളെ കൊണ്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അമയ്പ് തന്നെ ഉണ്ട്. അതുകൊണ്ട് മർമാണികളായ നമ്മൾ പറയുന്നു, 27 നക്ഷത്രങ്ങൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, 12 രാശികൾ നിങ്ങളുടെ ശരീരത്തിലുണ്ട്, 108 നക്ഷത്രകാലുകൾ, 108 മർമ്മസ്ഥാനങ്ങളാന്നൊക്കെ വർമാണികളായിട്ടുള്ള ഞങ്ങൾ പറയുന്നു. ഇതിനെ അടിസ്ഥാനമാക്കിയിട്ട് സിദ്ധകൾ എഴുതി വെച്ചിട്ടുള്ള വർമ്മസൂത്ര ഗ്രന്ഥങ്ങളിലൊക്കെ ഏതേത് നക്ഷത്രങ്ങൾക്ക് ഏതേത് വർമ്മമാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തിലർദ്ധകാലം എന്ന് പറയുന്ന ഏത് രാശിയെ കുറിക്കുന്നു, അടുത്തത് ഇപ്പൊ തുമ്മി കാലം അഥവാ തിവിളക്കാലം ഏത് രാശിയെ കുറിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓരോരോ രാശികൾക്കും ഓരോരോ മർമ്മസ്ഥാനങ്ങളുണ്ട്, ഓരോരോ ആധാരങ്ങൾക്ക് ഓരോ മർമ്മസ്ഥാനങ്ങളുണ്ട്. മർമാണി എന്നുള്ള നിലക്ക് ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ എന്റെ കളരിയുടെ ചാനൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചാനലാണ്. നമ്മൾ തന്നെ കേരളത്തിലെ വൺ ഓഫ് ദ ഫസ്റ്റ് ചാനൽസ് ഇൻ കേരള കളരി ടു എക്സ്പ്ലെയിനിങ് വർമ്മ പോയിന്റ്സ് very openly for the first time, even from
2017 I had made a lot of videos about that. അപ്പൊ നിങ്ങൾ അതൊന്നും കണ്ടില്ലെങ്കിൽ കളരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, മർമ്മങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ആ ചാനൽ പോയി കാണാം. അപ്പൊ നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് വരാം. എങ്ങനെയാണ് ജ്യോതിഷന്മാര് കർമ്മ നക്ഷത്രം പറയുന്നത്? അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, പരാശരനാണോ പരാചരനാണോ എന്ന് പറഞ്ഞ് വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. പരാശരൻ, പരം എന്ന് പറഞ്ഞാൽ അപ്പുറം, ശരൻ, ശരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാണശക്തിയാൽ വീക്ഷിക്കപ്പെട്ടവൻ, ശരത്തെ അയച്ച അല്ലെങ്കിൽ ശരത്താൽ പരത്തെ വീക്ഷിച്ചവനാരോ അവൻ പരാശരൻ എന്ന് വേണമെങ്കിൽ പറയാം, ബഹുവ്രീഹി സമാസം. അപ്പൊ അതല്ലാണ്ട് പറഞ്ഞാൽ പരാചരൻ, അതായത് പരാശരന്റെ അപ്പുറവും പറഞ്ഞാണ് അപ്പുറം ചരിക്കുന്നവർ, അതായത് ഈ പരാശരൻ പറഞ്ഞിട്ടുള്ള ഇതിന് അപ്പുറം ചരിക്കുന്നവരാണല്ലോ ഇന്നത്തെ ചില ജ്യോതിഷന്മാര്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഇങ്ങനെ 9 എണ്ണം എഴുതിയതിനു ശേഷം പിന്നെ മകം, ഇങ്ങനെ പൂര, ഉത്ര, അത്തം, ചിത്ര, ചോതി, വിശാലം, തൃക്കേട്ട, അത് കഴിഞ്ഞിട്ട് മൂലം. ഇങ്ങനെയാണ് പരാശരൻ വകുത്തു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അശ്വതി, മകം, മൂലം കേതുവിൻ്റെത്, ഭരണി, പൂര, പൂരാടം ശുക്രൻ്റെത്, കാർത്തി, ഉത്രാടം സൂര്യൻ്റെത്, രോഹിണി, അത്തം, തിരുവോണം ചന്ദ്രൻ്റെത്, മകീരം, ചിത്രവിട്ടം ചൊവ്വയുടേത്, തിരുവാതിര, ചോദ്യചതയം രാഹുവിൻ്റെത്, പുണർദ, വിശാഖ, പൂരുരുട്ടാതി വ്യാഴത്തിൻ്റെത്, പൂയം, അനിഴുത്തട്ടാതി ശനിയുടേത്, ആയില്യം, കേട്ടരവതി ബുധന്റേത്. ഇങ്ങനെ പറഞ്ഞ് ഈ ഓരോ ഗ്രഹത്തിന്റെ കർമ്മപ്പതിവുകൾ കൊണ്ട നക്ഷത്രം എന്ന് പറഞ്ഞ് പണ്ടേ പരാശരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പരാശരൻ ഇങ്ങനെ കർമ്മപ്പതിവ് പറ്റ നക്ഷത്രമാണെന്നൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അതിൽ തന്നെ ഉണ്ട് ആക്ച്വലി. പക്ഷെ ചില അവർക്ക് ഇങ്ങനെ പുതിയതായിട്ട് പരം താൽ ചരിക്കുമ്പോൾ പരന് പരത്തെ കാണാൻ വേണ്ടി അപരനായി വരേണ്ടി വരും എന്നൊക്കെ പറയുന്ന മാതിരി, അല്ലെങ്കിൽ പുതിയ പുതിയ പല തോട്ട്സ് ഉത്ഭവിക്കുമ്പോൾ ചില പുതിയ ഐഡിയാസ് വരും, അത് കണക്ട് ചെയ്ത് നോക്കും, എന്നിട്ട് ബാക്കിയുള്ളതിനെ എല്ലാം ചിലപ്പോൾ ഇഗ്നോർ ചെയ്യുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടും. ഇത് ഞാൻ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്ന മാതിരി പറയുന്നതല്ല. ഇഫ് യു ആർ ടേക്കിംഗ് ഇറ്റ് ആസ് ക്രിട്ടിസൈസിങ്, യു ക്യാൻ ടേക്ക് ഇറ്റ് ആൾസോ, യു ക്യാൻ ടേക്ക് ഇറ്റ് ലൈക്ക് ദാറ്റ്, നോ പ്രോബ്ലം. ഓക്കെ, എന്ന് വേണമെങ്കിലും എടുക്കാന്ന്. അപ്പോ അങ്ങനെ ഒരാള് ആരാണെന്നും ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു മെത്തഡ് ഓഫ് അസ്ട്രോളജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ വന്നതാണ്. 8 അങ്ങോട്ട് പകുത്തു. അപ്പൊ എങ്ങനെ വരും? അശ്വതി, ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ, ഭരണി. ഇനി എന്നോട് വീണ്ടും ചോദിക്കരുത്, വീണ്ടും വീഡിയോയിൽ വന്നിട്ട് അല്ലെങ്കിൽ വാട്സാപ്പില്. രോഹിണി, മകീര്യം, തിരുവാതിര, പുണർദം, പൂയം. ഇപ്പൊ എത്ര 8 ഇല്ലേ? അപ്പൊ 1, 2, 3, 4, 5, 6, 7, 8 8 അങ്ങോട്ട് പകത്ത്. ഇനി ബാക്കിയുള്ളത് നേരെ 8 പകത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല്, നമ്മള് അശ്വതിക്ക് കേതു മുതലാണ് തുടങ്ങണം. അതിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള കാരണം കൂടിയുണ്ട്. സെലസ്റ്റിയലില് അങ്ങനെ വരാനുള്ള കാരണമുണ്ട്. ശരിക്കും ബ്രഹ്മാണ്ടത്തിൽ അങ്ങനെ ഗ്രഹത്തിന്റെ ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ടാണ് അത് വന്നേക്കണം. ഇത് എന്തെടുത്തിട്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ പകുത്തു വെച്ചു. നേരെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു, ഇങ്ങനെയാണ് പകത്തു. എന്നിട്ട് കേതു എന്ന് പറയുന്നത്, കേതു കർമ്മകാരകനാണ്. തമിഴില് കർമ്മം, സിദ്ധൻ, കർമ്മമില്ലാത്ത കർമ്മകാരകൻ, മോക്ഷകാരകനാണ്. അതുകൊണ്ട് കേതുവിന് നക്ഷത്രമില്ല. കേതുവിന്റെ കർമ്മം എന്ന് പറഞ്ഞാൽ മോക്ഷം തന്നെയാണെന്ന് വിചാരിച്ചിട്ട് കേതുവിന് നക്ഷത്രം അങ്ങോട്ട് കൊടുത്തില്ല. കേതുവിനെ ഒഴിവാക്കിക്കൊണ്ട് നേരെ വരിശയായിട്ട് എഴുതിയിട്ട് ആ കേതുവിന് നക്ഷത്രം കൊടുക്കാണ്ട് അങ്ങോട്ട് എടുത്തു. എന്നിട്ട് 8 കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നേരെ എഴുതുമ്പോ ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖം. ഓക്കെ, പിന്നെ ഈ കഴിഞ്ഞിട്ട് അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം. അതിനുശേഷം പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്തോന്ന്, N3 24, 3 27 നക്ഷത്രം ഇങ്ങനെ എടുത്തു, 8 കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ ഒരു വരയിട്ട് കഴിയുമ്പോ എന്ത് മനസ്സിലായി? അശ്വതി, ആയില്യം,
അനിഴം പൂരുരുട്ടാതി ഇവ. ആരുടെ കർമ്മപ്പതിവ് കൊണ്ട നക്ഷത്രം? സൂര്യന്റെ കർമ്മപ്പതിവ്. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ ജനിച്ചിരിക്കുന്നത് അശ്വതി ആയിരം പൂരുട്ടാതി നക്ഷത്രത്തിലാണെങ്കിൽ സൂര്യന്റെ കർമ്മപ്പതിവ് നിങ്ങൾക്കുണ്ടത്രേ. അതുകൊണ്ട് നിങ്ങളുടെ മുൻ തലമുറയില് അച്ഛനെ നോക്കാത്ത ആളുകളോ, അച്ഛന് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാത്ത ആളുകളോ, മതം മാറിപ്പോയ ആളുകളോ, ഇത് എത്ര എണ്ണം വേണമെങ്കിൽ പറയാം. കാര്യം സൂര്യൻ എന്ന് പറയുന്നത് ആത്മകാരകനും പിതൃകാരകനും. അപ്പൊ പിതൃ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ആ കാരകത്വം എടുത്തിട്ടാണ് ഞാൻ പറയണത്. നിങ്ങൾക്ക് പല കാരകത്വങ്ങളും സൂര്യന്റെ എടുത്തിട്ട് തട്ടിയിടാം കേട്ടോ. അപ്പൊ ആത്മകരകനായിട്ടുള്ള സൂര്യന്റെ ആത്മാവിന്, അച്ഛന്റെ ആത്മാവിന് വേണ്ടിയിട്ട് കർമ്മങ്ങൾ നടത്താത്ത ഒരു തലമുറയില്, ഈ തലമുറയല്ല, നിങ്ങളുടെ അടുത്തതിന്റെ 3 തലമുറയ്ക്ക് മുമ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ജനിച്ചിരിക്കുന്നത് പിതൃകർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണെന്നും ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നും, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല ലെവലില് ഒരു കുലത്തിന്റെ തന്നെ മേധാവിയായിട്ട് ആ കുലത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നും എന്നൊക്കെ വേണമെങ്കിൽ പല തരത്തില് പല വിധത്തില് പറയാനായിട്ട് സാധിക്കും. നമുക്ക് കാരകത്വത്തിന്റെ ലോജിക്ക് ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ചന്ദ്രന്റെ, ഇത് വളരെ ശ്രദ്ധിച്ച് സ്കിപ്പ് ആവാണ്ട് കാണണം. കാരണം ഈ വീഡിയോ നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. കുറച്ച് നേരം എടുക്കും. ചോദിച്ചത് ആരാന്ന് നിങ്ങൾക്കറിയാം. എന്റെ വാട്സാപ്പിൽ ഒന്ന് ചോദിച്ചു ഞാൻ ഉത്തരം പറയും. അപ്പോ കുറച്ച് നേരം ഇരുന്നിട്ട് ഫുള്ള് കണ്ടാലും മനസ്സിലാവുള്ളൂ. കുറച്ച് ലെങ്തി ആയിരിക്കും. ഞാൻ എന്നാലും പെട്ടെന്നാണ് പറഞ്ഞു പോകുന്നത്. വളരെ പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കുറച്ച് മനസ്സിലാവുന്ന രീതിയിലും കൂടി പറയുന്നത്. അപ്പൊ ചന്ദ്രന്റെ കർമ്മപ്പതിവ് പറ്റിയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഭരണി, മകം, തൃക്കേട്ട, ഉത്രട്ടാതിയാണല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പല ജന്മങ്ങൾ നിങ്ങളുടെ 3 തലമുറക്കോ 5 തലമുറക്കോ മുമ്പുള്ള ഒരു സ്ത്രീയെ കൊന്നിട്ടുണ്ടാവും, അമ്മയെ കൊന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അമ്മയുടെ കർമ്മങ്ങൾ നടത്തില്ല, അമ്മേനെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെയുള്ള ഏതോ ഒരു സ്ത്രീ വേറൊരു ജാതിക്കാരന്റെ കൂടെ ഒളിച്ചോടി പോയ സമയത്ത് അതിനെ വെട്ടിക്കൊന്നിട്ടുണ്ടാവും. ഇങ്ങനെ പല കഥകൾ നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താ? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ അമ്മൂമ്മേനോട് ചോദിച്ചു നോക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനോടോ മുതുമുത്തച്ഛനോടോ ചോദിച്ചു നോക്ക്. തീർച്ചയായിട്ടും 2 തലമുറ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾ വീണ്ടും ആരോടെങ്കിലും ഒക്കെ ചോദിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും അമ്മൂമ്മമാരൊക്കെ പറഞ്ഞേക്കും, ആ ശരിയാണ് മകനെ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കൊന്നോ എന്നൊക്കെ പറയും. മനസ്സിലായ? അപ്പൊ അത്തരത്തില് അറിയാത്ത കാര്യമാണത്. ആക്ച്വലി ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജി പറയുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്കറിയാത്ത കാര്യമായ കാരണം നിങ്ങൾക്ക് തേടി കണ്ടുപിടിക്കാൻ പറ്റില്ല. സാധാരണ രീതിയിൽ ഇപ്പൊ നിങ്ങളുടെ അസ്ട്രോളജി നോക്കണ സമയത്ത് ഒരു ഗ്രഹം ഇപ്പൊ കണക്ട് ചെയ്തില്ല, 10ാം ഭാവം 6ാം ഭാവം നോക്കിയ ഒരു തൊഴിലിനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കണക്ഷൻ വന്നു. ഇപ്പൊ രാഹു 10-6 ഇരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഫിലിം ഫീൽഡ് പറയാം, അല്ലെങ്കിൽ ആധ്യാത്മികമായ മേഖല, ധ്യാനം, ഇതൊക്കെ പറയാം. ഏതെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് പറയണ്ടേ രാഹുവിൻ്റെതായിട്ട് എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ ചന്ദ്രന്റെ കണക്ഷൻ വരുമ്പോ ഇന്നതായിട്ട് കണക്ഷൻ വരണ്ടേ? അത് പറയുമ്പോൾ കോമൺലി അവർക്കറിയാവുന്ന കാര്യം ആയതുകൊണ്ട് അവർ പറയുക അല്ല കേട്ടോ, നിങ്ങൾ പറഞ്ഞെന്ന് ചെറിയ വ്യത്യാസം ഉണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഇത് പറയുമ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് സൈഡ്. ജ്യോതിഷന്മാർക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാട്ടോ നാളെ മുതൽ. എന്ന് പറഞ്ഞാൽ ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന കസ്റ്റമറിന് എതിര് പറയാൻ പറ്റില്ല എന്നുള്ളതും ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. ഇത് ഒരാൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കരുതുകയും ചെയ്യാം, ഓ ശരിയാണല്ലോ, ഞാൻ രക്ഷപ്പെടാത്തത് എന്റെ കാർത്തിക നക്ഷത്രമായതുകൊണ്ട് ചൊവ്വയുടെ കർമ്മപ്പതിവ് പറ്റിയ നക്ഷത്രമാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്റെ മുതുമുത്തച്ഛന്മാര് അവിടെ നിന്ന് ദൂരെ നിന്ന് വന്നാണ്. അവര് വളരെ സ്വത്ത് വകകളൊക്കെ ഉണ്ടായിരുന്നവരാണ്. അവര് വെട്ടിപ്പിടിച്ച് പല ആളുകളെയും കൊന്നു കളഞ്ഞിട്ടുണ്ട്, കൊന്നു കളഞ്ഞിട്ടുണ്ട്. മുന്നേ പല ഗോത്രത്തിൽപ്പെട്ട ആളുകളെയും പല താഴ്ന്ന ആൾക്കാരെയൊക്കെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ആളുകൾ പണ്ട് ബ്രാഹ്മണരായിരുന്നു, അവരെ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് തന്നെ വരാനുള്ള സാധ്യത വരും. കാര്യം ചൊവ്വയുടെ കർമ്മപ്പതിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൊല ചെയ്യുക, ഭൂമി പിടിച്ചെടുക്കുക, മറ്റുള്ളവരുടെ ഭൂമി സ്വന്തമാക്കുക, പലതിനെയും കത്തിച്ച് നശിപ്പിച്ചുകളയുക. ചൊവ്വയുടെ ഏത് കാരകത്വം വേണമെങ്കിൽ ഇവിടെ എടുത്ത് പറയാനായിട്ട് സാധിക്കും. ഞാനിതെല്ലാം വളരെ ഇതായിട്ട് അങ്ങോട്ട് പറഞ്ഞു പോയാണ് കേട്ടോ. ഇതെല്ലാം എൻ്റെ മെമ്മറിയിൽ നിന്ന് എടുത്താണ് പറയുന്നത്, അല്ലെങ്കിൽ എനിക്ക് തോന്നണാണ് പറയുന്നത്. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞാൻ വീഡിയോ ചെയ്യുന്നത് ഈവൻ വിത്തൗട്ട് എനി ടൈപ്പ് ഓഫ് റിഹേഴ്സൽ, ഒരു റിഹേഴ്സൽ ഇല്ലാണ്ടാണ്. മാത്രമല്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഈവൻ വിൽ നോട്ട് സീ ഇറ്റ് ഫുള്ളി, ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത്, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള പേര് മാത്രം എഡിറ്റ് ചെയ്തിട്ട്, അല്ലാണ്ട് ഇത്രയും നേരം ഈ വീഡിയോ കാണാനുള്ള നേരം എനിക്കില്ല. അപ്പൊ ഞാൻ ഈ പറഞ്ഞു പോകുമ്പോൾ തന്നെ അത് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ എന്തെങ്കിലും വാക്കൊക്കെ ചിലപ്പോൾ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് അതിന്റെ രീതിയിൽ എടുക്കുക.
പിന്നെ അടുത്തത് ഇപ്പൊ ബുധന്റെ കർമ്മപ്പതിവ് പറ്റിയ നക്ഷത്രമാണ് രോഹിണി, ആം, ഉത്രം, പൂരാടം. ഇത് ആശയം മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെയാണെങ്കിൽ ബുധൻ ബുധൻ എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളാണ് കാരകത്വം എന്ന് പറഞ്ഞാൽ. വിദ്യ, സാധാരണ രീതിയിലുള്ള ബേസിക് ആയിട്ടുള്ള ഗുരു. നിങ്ങൾ പഴയ കാലഘട്ടത്തിലെ ഈ കുട്ടികളെ പഠിക്കുന്ന പള്ളിക്കൂടമൊക്കെ നശിപ്പിച്ചു, സാറുമാരെയൊക്കെ തല്ലി ഗുരുശാപം പറ്റുന്നുള്ള ബേസിക് റൂൾ വേണേൽ പറയാം. അല്ലെങ്കിൽ ബുധൻ കമിതാക്കളാണ്. കമിതാക്കൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ ഉണ്ടായിരുന്ന ഒരു കമിതാക്കളെ ഒരുമിച്ചിട്ട് തട്ടികളഞ്ഞു, തല്ലിക്കൊന്നു, ഇങ്ങനെയൊക്കെ എന്ത് വേണമെങ്കിലും പറയാനായിട്ട് സാധിക്കും. അപ്പോ അത്തരത്തില്, അല്ലെങ്കിൽ ഈ ബുധൻ എന്ന് പറഞ്ഞ അമ്മാവനാണ്, ആ തരത്തില് എടുക്കുകയാണെങ്കിൽ അമ്മാവനിട്ട് പണി കൊടുക്കുന്നത് എന്ത് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തില് ഒരു അമ്മാവൻ ഉണ്ടായിരുന്നു, അയാള് ഭയങ്കര മന്ത്രവാദിയായിരുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവട്ടെ, അയാൾ ചെയ്ത ദുഷ്കർമ്മത്തിന്റെ ഫലം നിങ്ങളുടെ തലമുറ മൊത്തം അനുഭവിക്കുകയാണ്. അത് തീർക്കാൻ വേണ്ടിയാണോടാ നീ ജനിച്ചിരിക്കുന്നത്, മനസ്സിലായ, നീ പോയി കർമ്മം ചെയ്തോളാം, ഇത്തരത്തിൽ വേണമെങ്കിലും പറയാം. അപ്പോ അത്തരത്തിലൊക്കെ ഇത് വെച്ചിട്ട് പറയാനായിട്ട് സാധിക്കും. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഞാൻ വീണ്ടും പറയാണ്, ഇത് നിങ്ങൾക്കുണ്ടോ എന്ന് ഞാനിപ്പോ നിങ്ങളോട് ഇത് ചെയ്തില്ലെങ്കിലല്ല, ഇത് ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോ, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്തു കൊള്ളുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്, നീ ജനിച്ചിരിക്കുന്നത് ഗുരുവിന്റെ കർമ്മപ്പതിവിലാണ്, നിന്റെ നക്ഷത്രം മകീരമാണ്, അതുകൊണ്ട് കഴിഞ്ഞ ജന്മത്തിൽ ഗുരുശാപം നേടിയിട്ടുണ്ട്. നിന്റെ വീട്ടുകാര് ഒരു ബ്രാഹ്മണനെ, ഗുരുവായ ബ്രാഹ്മണനെ കൊല ചെയ്തിട്ടുണ്ട്, ബ്രാഹ്മണന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തിട്ടുണ്ട്, ആ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും വ്യാഴത്തിന്റെ കർമ്മപ്പതിവ്. അപ്പോ മകീര്യം, അത്തം, ഉത്രാടം, ഇത്തരത്തില് കാറ്റഗറൈസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പോ ശുക്രന്റെ കർമ്മ പതിവാണെങ്കിൽ സ്ത്രീ ഹത്യ, അങ്ങനെ ഇങ്ങനെയുള്ള ഇതിനൊക്കെ ക്ഷേത്രങ്ങൾ, ശനിയുടെ കർമ്മ പതിവാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ, രാഹുവിന്റെ കർമ്മ പതിവാണെങ്കിൽ ചിലവർ പറയും നിങ്ങളുടെ വീട്ടിൽ കുടുംബപരമായിട്ട് സർപ്പാരാധന ഉണ്ടായിരുന്നു, കല്ലെടുത്ത് കാട്ടിക്കളഞ്ഞു, കാവ് വെട്ടിത്തെളിച്ചു, സർപ്പത്തെ കൊന്നു. ശരിയാണല്ലോ, ഞങ്ങളുടെ വീട്ടിൽ പണ്ടുണ്ടായിരുന്നുള്ള, അതിനൊക്കെ പരിഹാരം ചെയ്താലേ നീയൊക്കെ നന്നാളൂടാ. നീയൊക്കെ നന്നാവണമെങ്കിൽ കാളഹസ്തി പോണം, അല്ലെങ്കിൽ അവിടെ പോണം ഇവിടെ പോണം എന്നൊക്കെ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കാളഹസ്തി പോകുമ്പോൾ ശരിയായേക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു കാര്യം അങ്ങനെയാണെന്ന് വിചാരിച്ച് അത് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യാസം വരും. കാരണം ഇറ്റ് ഈസ് ജസ്റ്റ് എ മിയർ സൈക്കോളജി എന്നും പറഞ്ഞിട്ട് ജ്യോതിഷം വർക്കാവണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങൾ മുൻജന്മത്തിൽ ചെയ്ത നിങ്ങളുടെ കർമ്മം കൊണ്ട് വരുന്നുണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് ഞാൻ മുന്നേ തന്നെ പറഞ്ഞു. നിങ്ങളുടെ ആത്മാവിൽ എവറിത്തിങ് വിൽ ബി എൻകോഡഡ്. നിങ്ങളുടെ ഓരോ മെമ്മറിയും നിങ്ങളുടെ ആത്മാവിൽ എൻകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ജനിക്കുന്ന സമയത്ത് സംസ്കാരങ്ങളായിട്ട് നിങ്ങൾ ഉണ്ടാവും. നിങ്ങൾ മുൻജന്മത്തിൽ ദ്രോഹിച്ചവർ ഈ ജന്മത്തിൽ ജനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശത്രുവായിട്ട് വരും, ഹെൽപ്പ് ചെയ്തവർ നിങ്ങളുടെ സുഹൃത്തായിട്ട് വരും എന്നൊക്കെ ഞാൻ കുറെ ഫിലോസഫിയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇന്റർ കണക്റ്റഡ് ആയിട്ട് വേണേൽ നിങ്ങൾക്ക് ചിന്തിക്കാം. അപ്പോൾ പിന്നെ വിചാരിക്കും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ കർമ്മം വാങ്ങേണ്ടതുണ്ടോ എന്ന് വിചാരിച്ചാൽ അതും ആവശ്യം വരും. നിങ്ങൾ അവരുടെ സ്വത്ത് വകകളും മറ്റുള്ളതൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കർമ്മപതിവും വാങ്ങേണ്ടതായിട്ട് വരും. കാരണം ഈ മണി പരമ്പരകൾ എങ്ങനെ സമാഹരിച്ചു എന്നുള്ളത് വെരി 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 ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ടാണ് പറയുന്നത്, പരമാവധി നിങ്ങൾ ഒരു പ്രായം കഴിയുമ്പോഴത്തേക്കും സ്വന്തം കാലിൽ നിന്ന് സ്വന്തമായിട്ട് അധ്വാനിച്ച് മറ്റുള്ള ആളുകളെ പറ്റിക്കാത്ത രീതിയിലൊക്കെ ചെയ്ത് ഒരു കർമ്മം ചെയ്ത് തൊഴിലൊക്കെ ചെയ്ത് നല്ല രീതിക്ക് വരാൻ നോക്കാനൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവിടെയും കർമ്മം ബാധിക്കാം. നിങ്ങൾ ഒരാളുടെ അടുത്ത് നിന്ന് 1 രൂപ പോലും വാങ്ങിച്ചു കഴിഞ്ഞാൽ അതൊക്കെ കർമ്മം ബാധിക്കാം. അപ്പൊ ഈ കർമ്മ അസ്ട്രോളജിയിലും ഈ പാസ്റ്റ് ലൈഫ് അസ്ട്രോളജിയിലും കുറെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം നിങ്ങൾ ആരെയും ഉപദ്രവിക്കരുത്, മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യണം, അച്ഛന്റെ കർമ്മം പറയുകയാണെങ്കിൽ അച്ഛന് വേണ്ടി നന്മകൾ ചെയ്യണം, അമ്മയെ ദ്രോഹിക്കരുത്, അമ്മയുടെ കർമ്മങ്ങൾ തീർക്കണം എന്നും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ കർമ്മങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് വരെ പറഞ്ഞു കളയും. പക്ഷെ അത് നിങ്ങൾ അത്തരത്തിലെടുത്ത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു മനപ്പായ്മ ഉണ്ടാവുകയും അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുകയും ചെയ്യും. എപ്പോഴാണോ നിങ്ങൾ നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, പ്രപഞ്ചം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട്. അത് ഇവിടെ മാത്രമല്ല, ലോകത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും അത് പറയുന്നതാണ്. നിങ്ങൾ എപ്പോഴാണോ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, ആ സമയത്ത് ഗോഡ് വിൽ ഹെൽപ്പ് യു, അല്ലെങ്കിൽ നേച്ചർ വിൽ ഹെൽപ്പ് യു എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതൊക്കെ ഇവിടെ ഇന്റർ കണക്ട് ചെയ്ത് വരുന്നതുകൊണ്ടാണ് ഇത് ഇത്ര രസകരമായി തോന്നുന്നത്. എന്തായാലും ഇത്തരത്തില് ഒരു നക്ഷത്രം കണ്ടാല് കർമ്മ നക്ഷത്രം ഏതാണ് എന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് കൂടിയ പറഞ്ഞത്. ഇത് വൺ സ്റ്റൈൽ ഓഫ് അസ്ട്രോളജി, ഒരു പ്രത്യേക അസ്ട്രോളജിയുടെ
ഒരു ഇപ്പൊ പല തിയറികൾ പലരും പടച്ചിറക്കുന്ന മാതിരി ഒരു തിയറി ഒരു പേരിൽ ഒരാള് ഉണ്ടാക്കിയിട്ടുള്ളതിന്റെ പ്രതി ബേസിക്കും ഫൗണ്ടേഷൻ ആയിട്ടുള്ള ഒരു ഐഡിയ കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ പൈസയൊക്കെ കൊടുത്ത് പഠിക്കേണ്ട സംഭവങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ പറഞ്ഞ് ബേസ് പറഞ്ഞതെന്നുള്ളൂ. ഇതിന്റെ അകത്ത് ഇനിയും കുറെ തിയറികൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊന്നും കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. കുറച്ചൊക്കെ ആ ലോജിക്കിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം ലോജിക്കിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻ തലമുറയിൽ പോയിട്ട് അന്വേഷിക്കാൻ പറ്റില്ല. അന്വേഷിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇന്റർ കണക്ഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. കാരണം എന്താന്ന് പറഞ്ഞാൽ മുൻ തലമുറയിലുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോ മിക്കവാറും എല്ലാ സ്ഥലത്തും ഇങ്ങനെ കർമ്മങ്ങൾ വന്നിട്ടുണ്ടാവും. അപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഉണ്ടെന്ന് തന്നെ ചിലപ്പോൾ തോന്നിപ്പോകുന്ന തരത്തിലാണിത്. കാരണം പാസ്റ്റ് ലൈഫിലേക്ക് പോയിട്ട് നമുക്ക് അറിയില്ലല്ലോ നമ്മുടെ പാസ്റ്റ് ലൈഫ്. നമുക്കോ നിങ്ങൾക്കോ ആർക്കും അറിയില്ലല്ലോ. ഇനി ചിലർ അറിയാന്ന് പറയും. ഞാൻ പറയും എനിക്ക് എന്റെ പാസ്റ്റ് ലൈഫ് അറിയാം. എന്റെ പാസ്റ്റ് ലൈഫിൽ ഞാൻ മധുരയിൽ ഉള്ള ഒരു രാജാവിന്റെ അവിടുത്തെ ഇതായിരുന്നു എന്നൊക്കെ വേണമെങ്കിൽ തട്ടിവിടാം. നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ നിങ്ങൾക്ക് പറയാം. ചിലവർ ഇങ്ങനെയൊക്കെ പറയും ഞാൻ മുൻ ജന്മത്തിൽ അതായിരുന്നു ഇതായിരുന്നു മന്ത്രവാദിയായിരുന്നു. ചിലപ്പോൾ ഞാനും പറയാറുണ്ട് കളരി ഗുരുക്കളായിരുന്നു ചേകവനായിരുന്നു അതുകൊണ്ട് എനിക്കിതൊക്കെ അറിയാടേ എന്നൊക്കെ ചിലപ്പോൾ ഞാനും പറയാറുണ്ട്. ജ്യോത്സ്യനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. സപ്പോസ് നിങ്ങൾ എന്തായിരുന്നുവോ എന്നുള്ള നിങ്ങളുടെ സ്കില്ലിൽ നിന്ന് അറിയാൻ പറ്റും. ചില കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ അവർ ആ സ്കില്ല് കാട്ടും. 2, 3 വയസ്സിലൊക്കെ പാട്ട് പാടുന്നവരും 4, 5 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ചില കലാരംഗത്തൊക്കെ വളരെ ഫേമസ് ആയി വരുന്ന ആൾക്കാരൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചില കുട്ടികൾ ചില പ്രത്യേക പ്രായത്തിലെ പ്രറ്റി അടിപൊളിയായിട്ട് നല്ല രസമായിട്ട് വയലിൻ വായിക്കുന്നവരും അങ്ങനെയൊക്കെ ഉള്ളവർ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള പല കലാകാരന്മാരും നോക്കി ചെറുപ്പത്തിലേ അവർക്ക് ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. അപ്പൊ അത് മുൻജന്മത്തിൽ അവർ പഠിച്ചിട്ടുണ്ടാവുമായിരിക്കും. അതൊക്കെ പറയാം. ഇത് പറയുന്ന വേറൊരു തരത്തിലാണ്. മുൻജന്മത്തിൽ ആരോ എപ്പോഴോ നിങ്ങളുടെ 3 തലമുറ 5 തലമുറയ്ക്ക് മുമ്പ് ആൾക്കാർ ചെയ്തിട്ടുള്ള കർമ്മങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അത് തീർക്കാൻ വന്നിരിക്കുന്നു എന്നുള്ള തരത്തിലൊക്കെ ഇത് പറയും. അപ്പൊ ഈ പരിഹാരങ്ങൾ ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടുന്നു പറയും. ഇവിടെയും ലോജിക്കലി നിങ്ങൾ ചെയ്യാൻ പോകുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. മറ്റുള്ളവർക്ക് വേണ്ടി ആരെപ്പോ പ്രവർത്തിക്കുന്നുവോ അപ്പോ സ്വാഭാവികമായിട്ട് രക്ഷപ്പെടാൻ തുടങ്ങും. അതൊരു യൂണിവേഴ്സൽ ലോ ആണ്. whenever you starting to help others, you are working for others, the nature will bless you. You will win in any of your field. അപ്പോ അത്തരത്തില് ഇത് വർക്കാവും. ഇതാണ് കർമ്മ നക്ഷത്രവും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇനി ആരെങ്കിലും നിങ്ങളോട് പറയണേ എടാ നിങ്ങൾ ജനിച്ചിരിക്കുന്നത് ഉത്തരം നക്ഷത്രത്തിലാണ്, നിങ്ങൾക്ക് ബുധന്റെ കർമ്മപ്പതിവുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അപ്പം ഓർത്തോളണം കേട്ടോ. ഞാനെങ്കിലും പറയണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. സംഭവം ഇതാണ്. ഇത് പല ആളുകൾക്കും അറിയില്ല കേട്ടോ. ഇത് ശരിക്കും തമിഴ് അസ്ട്രോളജിയിലെ ഒരു മെയിൻ കോൺസെപ്റ്റ് ആണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ആൻ ഓൾഡ് കോൺസെപ്റ്റ്. It is basically a new concept created by one of the astrologers in Tamil astrology. But in Tamil Nadu, only somebody who recognized this lineage of astrology. This astrology haven't had a big lineage, but somebody who is following this astrology method always think like that. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ എടുക്കണ്ട. ഇത് ഇങ്ങനെ പറയുന്നത് ഒരു തമിഴ് അസ്ട്രോളജിക്കൽ ഐഡിയ ആണെന്നുള്ള കാര്യം എടുക്കുക. കാരണം ഇങ്ങനെയുള്ളത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടല്ലോ 7 ആയിട്ട് അങ്ങോട്ട് ഗണിച്ചിട്ട് 7 എണ്ണം വേണമെങ്കിൽ കൊടുക്കാം. എന്നിട്ട് പറയാം രാഹുവിനും കേതുവിനും കർമ്മവും ഇല്ല എന്ന് വേണമെങ്കിൽ തട്ടി വേറൊരു സംഭവം ഉണ്ടാക്കാം. പുതിയ തിയറികൾ നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷെ ആക്ച്വലി പരാശരൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും വരാഹമിഹിർ ഫോളോ ചെയ്യുന്നതും വരാഹമിഹിർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതുമായിട്ടുള്ള ഭൃഗു ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഇപ്പൊ നമ്മള് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഭൃഗു നന്ദി നാടി എന്ന് പറയുന്ന. ഇതിലെല്ലാത്തിലും ഫൗണ്ടേഷൻ ഒന്നാണ്. ഭൃഗു അസ്ട്രോളജി ആയാലും നാഡി അസ്ട്രോളജി ആയാലും ഇതിന്റെ എല്ലാത്തിന്റെയും ഫൗണ്ടേഷൻ ഒന്നാണ്. പരാശര ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വരാഹമിഹിര ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 90% സിമിലർ ആണ്. കുറച്ച് മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. പരാശരർക്കും വരാഹമിഹിരർക്കും തമ്മിൽ ചെറിയ കാര്യങ്ങൾക്ക് ചില കാരകത്വങ്ങൾക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ. പിന്നീട് അതിനെ നക്ഷത്ര സാരം കണ്ട് ജ്യോതിടം പാര എന്ന് പറഞ്ഞിട്ട് ഒരാള് വളരെ ഫേമസ് ആയിട്ട് വേറൊരു മെത്തഡ് ഓഫ് അസ്ട്രോളജി ക്രിയേറ്റ് ചെയ്തപ്പോഴും അതും ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. കുറച്ച് നക്ഷത്രങ്ങൾ ഉപനക്ഷത്രങ്ങളൊക്കെ കണ്ടിട്ട് അതിന്റെ ദശയൊക്കെ കണക്കാക്കി കുറച്ച് കാൽക്കുലേഷൻസ് കൂടുതൽ ചെയ്തിട്ട് ഫലം പറയുന്നതായിരുന്നു എന്നുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുന്ന നക്ഷത്രത്തിന്റെ ഈ
9 ഗ്രഹങ്ങളെ കോർത്തിണക്കി കൊണ്ടുവന്നതിനെ മാറ്റി 8 ആ കേതുവിനെ അങ്ങോട്ട് എടുത്തു കളഞ്ഞ് ഇത് നേരെ സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, വ്യാഴം, ശുക്രൻ, ശനി, രാഹു എന്നുള്ള രീതിയിൽ എഴുതിയിട്ട് കൊണ്ടുവന്നു. അപ്പൊ നിങ്ങൾ ഭയങ്കര തലയുള്ള അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ഏതെങ്കിലും ആളാണെങ്കിൽ നിങ്ങൾക്ക് പുതിയത് കണ്ടുപിടിക്കാം. പിന്നെ വേറെ സംഭവം ഉണ്ട്, ഗമിക്കൻ ലഗ്നം എന്ന് പറഞ്ഞു. അത് പണ്ട് ഉണ്ടായിരുന്നതാണ്. ലഗ്നം ഇങ്ങനെ ശരിക്കും ലഗ്നം എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, അതിനെപ്പറ്റി വേറെ നല്ല വീഡിയോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ലഗ്നം ഓരോ വർഷം ഇങ്ങനെ മാറി മാറി വരും. നിങ്ങളുടെ ഇപ്പോഴത്തെ ലഗ്നമല്ല എന്നും പറഞ്ഞിട്ടൊക്കെ ഉള്ളതുണ്ട്. ഇതൊക്കെ പരാശരർ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്. ലഗ്നവും ഗമിക്കും, ചന്ദ്രനും ഗമിക്കും. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ നക്ഷത്രം കാർത്തികയാണെങ്കിൽ ആ ദശ ഈ ദശയല്ല, കാർത്തിക ഉത്തരോത്രാടം സൂര്യനാണ്. ആ സൂര്യന്റെ ദശ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ നക്ഷത്രം മാറി കാർത്തികയിൽ നിന്ന് മാറിയിട്ട് ചന്ദ്രന്റെ ദശ വരുമ്പോൾ നിങ്ങളുടെ നക്ഷത്രം രോഹിണിയാണെന്നുള്ളൊരു കണക്കൊക്കെ ഉണ്ട്. അത് സൂക്ഷ്മമായിട്ടുള്ള ഗണിത സിദ്ധാന്തങ്ങളില് വരുന്നതൊക്കെയാണ്. പക്ഷെ ഇങ്ങനെ പല മെത്തേഡുകളിലും ഈ പറയുന്ന പലതരത്തിലുള്ള കോൺസെപ്റ്റുകൾ കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ കർമ്മ നക്ഷത്രം അറിയില്ലെങ്കിൽ ഇതാണ് കർമ്മ നക്ഷത്രം, ഇത് വെച്ചിട്ട് പൂർവ്വജന്മങ്ങൾ ഇതാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷെ അതുള്ളതാണോ ഇല്ലയെന്നോ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. കാരണം എനിക്കും അറിയാൻ പറ്റില്ല, നിങ്ങൾക്കറിയാൻ പറ്റില്ല, പറയുന്ന ആൾക്കാരെ അറിയാൻ പറ്റുമോ എന്നറിയില്ല. പക്ഷെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യമായിട്ട് തന്നെ തോന്നും. കാരണം നിങ്ങൾക്ക് അറിയില്ലല്ലോ, ഈ പറയുന്ന ആള് പറയുന്നത് സത്യമായിട്ട് തോന്നും. അപ്പൊ നശിഞ്ഞ് മുടിഞ്ഞ് കുത്തുവാളെടുത്ത് പണ്ടാരടങ്ങി കിടക്കാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ തരത്തിൽ ഏതെങ്കിലും തരത്തില് ഒരു ഇത് ചെയ്താക്കെന്ന് പറയുമ്പോൾ ഇതിന്റെ പരിഹാരം ചെയ്യാൻ പോകും. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് സൈഡ് എന്താന്ന് പറഞ്ഞാൽ ചിലർ ചോദിക്കും, എന്റെ പൊന്നടവേ, എന്റെ അച്ഛനും അമ്മയും വീട്ടുകാരും ചെയ്തു വെച്ചിരിക്കുന്ന കുഴപ്പങ്ങളെല്ലാം എന്റെ തലയിലാണോ എന്ന് വിചാരിച്ച് ഡിപ്രസ് ആവുന്ന ആൾക്കാർ വരെ ഉണ്ടാവും. അപ്പൊ ഞാൻ പറയുന്നത് ഇതൊന്നും ആരുടെയും കുഴപ്പമില്ല. നിങ്ങളുടെ കർമ്മം നിങ്ങൾ പേറിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ എന്തൊക്കെ സംഭവിക്കുന്നുണ്ടോ അതിനൊക്കെ ഉത്തരവാദി നിങ്ങൾ തന്നെയാണ്. സൈക്കോളജിയിൽ പറയും, ഡോണ്ട് ഗിവ് യുവർ റെസ്പോൺസിബിലിറ്റി ടു എനിബഡി എൽസ്, യു ആർ ഗോയിങ് ടു ലൂസ് എവ്രിവെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നതിന്റെയും അനുഭവിക്കുന്നതിന്റെയും ഉത്തരവാദിത്വം ആരുടെയും തലയിൽ വെക്കരുത്. അതിനെ മനഃശാസ്ത്രത്തിലൊരു പ്രത്യേകിച്ച് കാര്യം പറയുന്നുണ്ട്. അങ്ങാടി തോറ്റാണ് അമ്മയുടെ നെഞ്ഞത്തെന്ന് പറയുന്ന മാതിരിയിട്ട് ഒരു ആ ടോപ്പിക് പിന്നെ സംസാരിക്കാം. അത്തരത്തില് നമ്മൾ ചെയ്യുന്നതിന്റെ കുറ്റം മറ്റുള്ളവരുടെ തലയിൽ വെക്കുന്ന ഒരു തരത്തില് ആളുകൾക്ക് വളരെ സമാധാനമാണ്. ഞാൻ ചെയ്തുകൊണ്ടല്ല, അപ്പുറത്തവൻ എനിക്ക് കൂടോത്രം ചെയ്തുകൊണ്ടാണ് എന്റെ പ്രശ്നം എന്ന് പറയുന്ന മാതിരി അത്തരത്തിലുള്ള സൈക്കോളജിയിൽ എഫക്റ്റും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഡിപ്രസ്ഡ് ആവണ്ട. നിങ്ങൾ ചെയ്തതിന്റെ ഫലമെല്ലാം നിങ്ങൾ തന്നെ അനുഭവിക്കും. നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ ഫലം ചിലപ്പോൾ നിങ്ങൾ അനുഭവിക്കും. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ അതെല്ലാം ഒരു മെമ്മറി ആയിട്ട് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങളെ സോളിൽ വന്ന് കൂടിയിട്ടുണ്ടാവാം. ആ സോള് വീണ്ടും ജനിക്കുന്ന സമയത്ത് ആ എനർജി ലെവലില്, സബ് കോൺഷ്യസ് ലെവലില് അത് സംസ്കാരങ്ങളായിട്ട് കിടക്കുന്നുണ്ടാവും. ആ പാദം നോക്കി നിങ്ങൾ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാണുന്ന മാത്രയിൽ അവന് നിങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ നെഗറ്റീവ് അടിക്കും. മാത്രമല്ല ഇത് ഗ്രഹം വർക്ക് ആവണം എങ്ങനെയെന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഇനി സമയം കൂടുതൽ പോയി കഴിഞ്ഞാൽ ഈ വാച്ചൊക്കെ ഞാൻ കിട്ടിയേക്കണെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കാനാണ്. ഞാനിങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇതായി പോയിട്ട് പറയും, ഞാൻ അവിടെ ഒന്ന് നോക്കിയിട്ടല്ലല്ലോ പറയുന്നത്, ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ജസ്റ്റ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സമയം അറിയാൻ പറ്റില്ല. സമയം ലെങ്ത് ആവുന്നതോട് വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം കുറയുകയും ചെയ്യും. ഇത്ര നേരം ഉണ്ടോ എന്ന് വിചാരിച്ചിട്ട് ചിലർക്ക് സമയം കൂടുതൽ ആവശ്യമാണ്, കാരണം അവർക്ക് പോയിന്റ്സ് ആവശ്യമാണ്. പോയിന്റ്സ് ആവശ്യമുള്ളവർ വീണ്ടും കാണും. അടുത്ത വീഡിയോയിൽ ഞാൻ ഇന്റർ കണക്ഷൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം അഗത്തീശ്വരായ നമഃ. ആരും പറയുന്നത് ഇനി കർമ്മ നക്ഷത്രം അറിയില്ല എന്ന്. ഓക്കെ, ഓം അഗത്തീശ്വരായ നമഃ.